നാടിന് നടുക്കിയ കൊടും ക്രൂരത ചെയ്ത അഫാൻ ലഹരിക്ക് അടിമയാണെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കൊടും കുറ്റവാളികളുടെ മനസ്സുമായി ഉറ്റവരെ ഉൾപ്പെടെ കൊന്നുതള്ളിയ അഫാന്റെ ലഹരി ബന്ധങ്ങൾ തേടുകയാണിപ്പോൾ പോലീസ്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച കൊലപാതക പരമ്പര നീണ്ടുനിന്നത് വൈകിട്ട് 5 മണിവരെ. പ്രിയപ്പെട്ടവളെയും ഉറ്റവരെയും കൊന്നുതള്ളിയ അഫാന്റെ മനോനിലയ്ക്ക് പിന്നിൽ അമിതമായ ലഹരി ഉപയോഗം തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കൊടും കുറ്റവാളികളെ പോലും വെല്ലുന്ന തരത്തിലുള്ള ആസൂത്രണം. കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലായ കുടുംബത്തിൽ നിന്നും ലഹരിക്കുള്ള പണം ലഭിക്കാതെ വന്നു. ഇതോടെ പണം കണ്ടെത്താൻ മറ്റു വഴികൾ തേടി. പെൺസുഹൃത്തിൽ നിന്നും പലകുറി പണം കൈപ്പറ്റി. സ്വർണ്ണാഭരണങ്ങളും ഫർസാനയിൽ നിന്ന് വാങ്ങി. മറ്റു പലരിൽ നിന്നും സാമ്പത്തിക സഹായങ്ങൾ വാങ്ങിക്കൂട്ടി. അങ്ങനെ ആഡംബര ജീവിതം. ഈ ബാധ്യതകൾ തിരിച്ചടയ്ക്കാനാവില്ലെന്ന ഘട്ടത്തിൽ വീട്ടിൽ നിരന്തരം പണം ആവശ്യപ്പെട്ട് തർക്കമുണ്ടാകുന്നു. പണം നൽകാനാകില്ലെന്ന ഉമ്മയുടെ പ്രതികരണത്തിൽ പ്രകോപിതനായ അഫാൻ പിന്നീട് നടത്തിയത് മൃഗീയമായ കൊലപാതകങ്ങൾ. അത് സയന്റിഫിക് എവിഡൻസിന് ശേഷം മാത്രമേ നമുക്ക് എന്താണ് ലഹരി അതിനെക്കുറിച്ചൊക്കെ പറയാൻ പറ്റും. കഴിഞ്ഞ ഒരു മാസമായി താൻ നിരന്തരമായി മദ്യപിക്കാറുണ്ടായിരുന്നുവെന്നും മറ്റു ലഹരി ഉപയോഗം ഇല്ലെന്നുമായിരുന്നു അഫാന്റെ മൊഴി. ഇതോടെ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ അഫാൻ ലഹരി ഉപയോഗിച്ചതായി കണ്ടെത്തി. ഏത് തരം ലഹരിയാണ് ഉപയോഗിച്ചതെന്ന് തുടർ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാകൂ. ഒപ്പം ആരാണ് അഫാന് ലഹരി പദാർത്ഥങ്ങൾ നൽകുന്നത്, എങ്ങനെയാണ് ഇവ ലഭ്യമാകുന്നത്, അഫാനൊപ്പം മറ്റാരൊക്കെ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കഴിഞ്ഞ 72 മണിക്കൂറോളമായി പോലീസിന്റെ നിരീക്ഷണത്തിലാണ് അഫാൻ ഉള്ളത്. ഇയാൾ നൽകുന്ന മൊഴിയൊന്നും പോലീസ് എന്തായാലും മുഖവിലേക്ക് എടുത്തിട്ടില്ല. പക്ഷേ ഇതിൽ കൃത്യമായി എന്ത് സംഭവിച്ചു എന്ന് അറിയുകയും വേണം.